വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയം മാറ്റാൻ UAE മതകാര്യ മന്ത്രാലയം തീരുമാനിച്ചത് 4 വർഷത്തെ പഠനത്തിന് ശേഷമാണ്. മതപരമായ കാരണങ്ങളല്ല, സാമൂഹ്യ കാരണങ്ങളാലാണ് സമയം മാറ്റുന്നതെന്നും മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ശരിയാ നിയമത്തിനെതിരല്ല തീരുമാനമെന്ന് ഇസ്ലാമിക കാര്യ ജനറൽ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ ഒമർ ഹദ്ബൂർ പറഞ്ഞു. അടുത്ത വർഷം ആദ്യം ജനുവരി 2 വെള്ളിയാഴ്ച മുതലാണ് ജുമാ നമസ്കാരത്തിലെ സമയത്തിൽ മാറ്റം വരാൻ പോകുന്നത്. UAEയിൽ ഏകീകരണം വരാൻ പോകുന്നത്. എല്ലാ എമിറേറ്റുകളിലും എല്ലാ പള്ളികളിലും ഉച്ചയ്ക്ക് 12:45 ജുമാ നമസ്കാരം തുടങ്ങുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണത് മന്ത്രാലയം പ്രസിദ്ധീകരിച്ചതും വ്യക്തമാക്കിയതും. എന്തുകൊണ്ട് എന്നുള്ളത് 4 കാരണങ്ങളാണ് ഇക്കാര്യത്തിൽ അത് വിശദീകരിക്കുന്നത്. ഇത്തവണ ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് ചെയർമാൻ ഡോക്ടർ ഒമർ ഹബ്ദൂർ അൽ ധരേജാണ് ഈ പ്രാർത്ഥനാ സമയത്തിലെ മാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 4 വർഷം ഇതേക്കുറിച്ച് പഠിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2022 UAEയിൽ പ്രാർത്ഥനാ സമയം ഏകീകരിച്ചിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 1:15 പ്രാർത്ഥനാ സമയം നിശ്ചയിച്ചത്. പക്ഷേ പല ഇടങ്ങളിലും ആ ഒരു സമയക്രമം ഇപ്പോൾ പാലിക്കുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഒരു ഏകീകൃത സമയം അത് 12:45 എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്, ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, സാമൂഹിക വശങ്ങൾ കൂടി ഇതേക്കുറിച്ച് പഠിച്ചു. മറ്റൊന്ന്, ഇത് ഒരിക്കലും ശരിയാ നിയമത്തിന് വിരുദ്ധമല്ല, ശരിയാ നിയമവുമായി ചേർന്ന് പോകുന്ന വിധത്തിലാണ് ഈ സമയക്രമത്തിലെ മാറ്റമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2022 പ്രാർത്ഥനാ സമയം ഏകീകരിക്കുമ്പോഴാണ് UAEയിൽ വാരാന്ത്യ അവധി വെള്ളി ശനി എന്നുള്ളതിൽ നിന്നും ശനി ഞായർ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. ആ മാറ്റം ഇതുപോലെ എപ്പോഴും തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഉച്ചയ്ക്ക് 12:45 ജുമാ നമസ്കാരം എന്നുള്ള രീതിയിലൊരു മാറ്റം വരുന്നത്. കഴിഞ്ഞിടയ്ക്ക് സ്കൂളുകളൊക്കെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. കാരണം കുട്ടികൾക്കൊക്കെ അത് ആശ്വാസമാകും, നേരത്തെ തന്നെ സ്കൂളുകൾ വിടും എന്നുള്ള തയ്യാറെടുപ്പൊക്കെ സ്കൂളുകളൊക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ജനുവരി 2 വെള്ളിയാഴ്ച മുതലാണ് UAEയിൽ ഈ സമയക്രമം മാറ്റം വരുന്നത്. അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹികമായ കാര്യങ്ങൾ കൂടി പഠിച്ചു എന്നുള്ളതാണ് UAEയിലെ ഇസ്ലാമിക് അഫയേഴ്സ് ചെയർമാൻ വ്യക്തമാക്കുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.